അവസാനം രാഹുൽ മാങ്കൂട്ടം എന്ന ക്രിമിനൽ ജയിലറയ്ക്കുള്ളിലായിരിക്കുകയാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന AK ഷാനിബ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിനുമൊക്കെ എതിരെ ശക്തമായ വിമർശനം നടത്തി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് AK ഷാനിബ്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് DYFIയിൽ ചേരുകയും ഇപ്പോൾ DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഷാനിബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ കൂടെയുള്ള എല്ലാവരും തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായത്. എന്നാൽ ഇന്ന് നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയായിരുന്നു. അന്നു മുതൽ ആ ധാർമ്മികവും നീതിരഹിതവുമായ ഇടപെടലിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സഹപ്രവർത്തകരായ നിരവധി സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഷാഫി അതിനോട് നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചർച്ച ഉയർന്നു വന്ന സമയം സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ഇയാളെ മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രതികരണമാണ് ഷാഫി നടത്തിയത്. സ്ത്രീകളോട് ഏറ്റവും അറപ്പുളവാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ക്രിമിനലിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലും അവഗണിച്ച് ശക്തമായി നിന്ന ആളാണ് ഷാഫി. കോൺഗ്രസുകാരായ ഷഹനാസും താര ടോജോ അലക്സും സഞ്ജനയുമൊക്കെ ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന ഭാഷയിൽ അയാളെക്കുറിച്ച് പറഞ്ഞിട്ടും നേരിട്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കാനും ചാനലുകളിൽ വിളിച്ച് ചർച്ചയ്ക്ക് വിളിപ്പിക്കാനും പിന്നീട് ഉമ്മൻചാണ്ടിയെ അവഗണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനും പാലക്കാട് MLA ആക്കാനുമൊക്കെ മുന്നിൽ നിന്നത് വടകര MP ഷാഫിയാണ്. ചാനൽ ഇന്റർവ്യൂവിൽ എല്ലാം അയാളെ പെണ്ണു കെട്ടിക്കണം എന്നാലേ ശരിയാവൂ എന്ന് വഷളൻ ചിരിയിൽ പറയുന്നതും കേരളം കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇവന്റെ വലയിൽപ്പെട്ട് വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഷാഫിയോട് ചോദിച്ചപ്പോൾ വെറുതെ അബദ്ധത്തിൽ പോയി ചാടേണ്ട എന്ന് മാത്രം ഉപദേശിച്ചത്രേ. നിരവധി പെൺകുട്ടികളെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ തന്നെ കൂടുതൽ കേസും ബലപ്രയോഗത്തിലൂടെയായിരുന്നു. പെൺകുട്ടികളുടെ മേലെ ചാടി വീണ് അവരെ ബലാത്സംഗം ചെയ്ത് അവരുടെ കഴുത്തു പിടിച്ച് ശ്വാസം മുട്ടിക്കുക, മുഖത്തടിക്കുക, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുക, ഇതൊക്കെയാണ് അയാളുടെ രീതി. എല്ലാം അറിയുന്ന ഒരാൾ ഷാഫിയാണ്. ഇനിയൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും എല്ലാം പുറത്തു വന്നതിനു ശേഷം എന്തായിരുന്നു നിലപാട്? കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി പ്രതിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള പ്രസംഗമല്ലേ നടത്തിയത്? അയാൾ സ്വയം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു എന്ന് പറഞ്ഞത് ന്യായീകരിക്കാനല്ലേ ശ്രമിച്ചത്? VD സതീശൻ ആദ്യം എല്ലാ പിന്തുണയും കൊടുത്തെങ്കിലും നിരവധി കോൺഗ്രസ് നേതാക്കളുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം സതീശനും പൂർണ്ണമായി കൈവിട്ടു. സ്വന്തം അസ്ഥിയിൽ തൊട്ടപ്പോൾ VD സതീശന് വേദനിച്ചു. അപ്പോഴെങ്കിലും നിലപാട് മാറ്റിയെന്നത് നല്ല കാര്യം. എന്നാൽ ആദ്യത്തെ പരാതിയിൽ തന്നെ ഇടപെട്ടിരുന്നു എങ്കിൽ 5ഓ 6ഓ പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. ഷാഫി അപ്പോഴും KCയെ കൂട്ടുപിടിച്ച് സതീശനെതിരെയുള്ള നീക്കത്തിന് ഇറങ്ങുകയായിരുന്നു. എല്ലാം പുറത്തു വന്നതിനു ശേഷവും ആ ക്രിമിനലിന് വേണ്ടി KPCC ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്ന ആളാണ് ഷാഫി പറമ്പിൽ. പാലക്കാട് വീടുകളുടെ തറക്കല്ലിടൽ ഷോയിൽ വന്ന നടികളിൽ ഒരാൾ എനിക്ക് ഷാഫി ചേട്ടനോട് പ്രണയം തോന്നിയിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ്. ഷാഫി ചേട്ടൻ പറയാതെ ആ നടി പാലക്കാട് വരുമെന്ന് കരുതാനാവില്ല. അതും ഇത്രയും വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണെന്ന് കൂടി ഓർക്കണം. പാലക്കാട്ടെ ഒരു KPCC ജനറൽ സെക്രട്ടറി ഷാഫിയുടെ നിർദ്ദേശമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുമില്ല. ബലാത്സംഗ കേസും ശബരിമല കേസും കൂട്ടിക്കുഴയ്ക്കാൻ ഏറ്റവും അധികം ശ്രമിച്ച ആളാണ് ഷാഫി. ഈ നിമിഷം വരെ തനിക്ക് തെറ്റുപറ്റിയെന്നോ അയാളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയെന്നോ പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല. നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും ഡോസ് കൂടിയ മരുന്ന് കഴിച്ചിട്ടാണ് ഒന്ന് ഉറങ്ങുന്നത് പോലും. ഈ ഒരൊറ്റ ക്രിമിനൽ കാരണം ഇപ്പോഴും മനോരോഗ വിദഗ്ധന്റെ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടികൾ ഏറെയാണ്. അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല, നെഞ്ചു തകർന്ന് മരിച്ചു പോകുമെന്ന് നിലവിളിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. അമ്മമാരോടാണ് ഈ ക്രിമിനലുമായി ഏതെങ്കിലും വിധം ഇടപെടാൻ സാധ്യതയുള്ള പെൺകുട്ടികളുടെ അമ്മമാരോട് മക്കളെ അടുത്തിരുത്തി ചോദിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് അവരുടെ കുറ്റമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് കൊടുക്കണം. കൂടെ നിൽക്കണം. സമാനമല്ലെങ്കിലും കേരളത്തിലെ ഒരു നടിക്ക് ഇതുപോലെ അതിക്രമം നേരിട്ടിട്ട് അവർ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അവർക്ക് ധൈര്യം കൊടുക്കണം. പേപ്പട്ടി കടിച്ചതിന് കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. കൂടെ നിൽക്കണം. അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള മനുഷ്യരെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.